എല്ലാവർക്കും നല്ല ഒരു വൈകുന്നേരം നേരുകയാണ്. എല്ലാവർക്കും വോട്ടും കട്ടലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം, ഈ വോട്ടും കട്ടലിൽ ചർച്ച ചെയ്യുന്ന വിഷയം പേരാവൂർ നിയമസഭാ മണ്ഡലമാണ്. അവിടേക്കൊരു പുതിയ സ്ഥാനാർത്ഥി വരുമ്പോൾ ആ മണ്ഡലത്തിന് കുറേ കൂടി പ്രാധാന്യം വരികയാണ്. കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ നിന്ന് MLA ആയ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള KK ശൈലജയാണ് ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. സ്വാഭാവികമായി അവിടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ മണ്ഡലമാണ്. 2011 മുതൽ സണ്ണി ജോസഫ് അവിടെ MLA ആണ്. അപ്പം വലിയൊരു തീപാർന്ന പോരാട്ടത്തിന് അവിടെ കളമൊരുങ്ങുകയാണോ, അതോ ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒപ്പം KK ശൈലജ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയതിൻ്റെ കാരണം എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെ സുജിചന്ദ്രനും അതോടൊപ്പം തന്നെ ഗൗതവും ഉണ്ട്. സുജിത്തിലേക്ക് വരികയാണെങ്കിൽ, ഇത് നമ്മൾ സ്വാഭാവികമായും, അല്ലെങ്കിൽ പല ആളുകളും ചോദിക്കുന്ന പോലെ, എന്തുകൊണ്ടായിരിക്കും KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് മാറ്റുന്നത് എന്നൊരു ചോദ്യം ആദ്യം ഉണ്ടാവുമല്ലോ. എങ്ങനൊരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടല്ലോ. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എങ്ങനെയും മൂന്നാം ഭരണം നേടുക എന്നുള്ളതാണല്ലോ അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് വിജയസാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും പരമാവധി പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക, ജനങ്ങളുടെ വോട്ട് ആകർഷിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെ വിന്യസിക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. എൻ്റെ ഒരു ചോദ്യം, എന്താണ് മട്ടന്നൂരിൽ കുറവ് KK ശൈലജയ്ക്കുള്ള? എനിക്ക് മനസ്സിലാകുന്നില്ല ആ കാര്യം. അതായത് ഈ ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ആളുകളെയും ഇത്തവണ മന്ത്രിയായിരുന്നില്ല അവർ, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ മൊത്തം നേതൃനിരയെ എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനശേഷിയുള്ള നേതാവ് നിശ്ചയമായും ശൈലജ ടീച്ചറാണ്. വി ശിവൻകുട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു രസികൻ ഇമേജ്, അതുപോലെ നേതാവ് ഇമേജ് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും പരിഗണിക്കാൻ യോഗ്യതയുള്ളതെന്ന് പലരും കരുതുന്ന, ഒരുപക്ഷെ CPM അങ്ങനെ പരിഗണിച്ചേക്കാവുന്ന, സ്പെക്കുലേറ്റ് ചെയ്യുന്ന ഒരു നേതാവിന് സുരക്ഷിത മണ്ഡലം കൊടുത്ത് ജയിപ്പിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഗംഭീരമായ ട്രാക്ക് റെക്കോർഡുള്ള, മാഗ്സസെ അവാർഡിന് വരെ പരിഗണിക്കപ്പെട്ട, അത് പാർട്ടി നയം അനുസരിച്ച് അവർക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിന് പകരമായിട്ട് LDF നിരയെ ആകെ നയിച്ചുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തൊട്ട് മുമ്പിലത്തെ സമ്മേളന കാലത്ത് സഭാ കവാടത്തിലേക്ക് വന്നിട്ട് മുഴുവൻ LDF നേതാക്കളെയും പിന്നിൽ നിർത്തി അഡ്രസ്സ് ചെയ്യാൻ ശേഷിയുള്ള അവർക്ക് പോലും ജില്ലാ സെക്രട്ടേറിയറ്റിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കേണ്ടി വന്നു എന്നാണ് വാർത്തകൾ പുറത്തു കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് എനിക്ക് സീറ്റില്ലാത്തത് എന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, ജില്ലാ സെക്രട്ടേറിയറ്റിൽ സ്വന്തം കാര്യം പറയുന്ന ശീലമില്ലാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് ശൈലജയോട്, KK ശൈലജ ടീച്ചറിനോട് ഒരു നീതികേട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് മീഡിയയെ സംബന്ധിച്ച് നല്ലതാണ്, മാധ്യമങ്ങളെ സംബന്ധിച്ച് നല്ലതാണ്. അതായത് പേരാവൂരിലേക്ക് ചെല്ലുമ്പോൾ ഹെവി വെയിറ്റ് മത്സരം അവിടെ നടക്കും. വലിയ പെരുമ്പോര് എന്നൊക്കെയാണ് നമ്മളിപ്പോഴേ പറഞ്ഞു തുടങ്ങുന്നത്. പേരാവൂരിൽ പെരുമ്പോരുണ്ടാവും. ഈ ഏറ്റവും ഫോക്കസ്ഡായിട്ട് ഉള്ള റിപ്പോർട്ടിങ്ങും ഒക്കെ ചുരുങ്ങുന്ന ഒരു 10 മണ്ഡലങ്ങളിലൊന്നും നിശ്ചയമായിട്ടും അത് തന്നെയായിരിക്കും. പക്ഷേ ശൈലജ ടീച്ചറിന് മട്ടന്നൂർ പോലെ 60,965 അല്ലേ, അത്രയും വോട്ടിൻ്റെ ഐക്യ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ത്രീയാണ് അവർ. അപ്പോൾ ആ മണ്ഡലം കൊടുക്കേണ്ടതായിരുന്നു. അതിൽ നീതികേട് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവിടെ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ട് അതിൽ വേറൊരു കാര്യം, ഇപ്പോൾ സുഹൃത്തേട്ടൻ പറഞ്ഞതിനകത്ത് എന്നോടൊരു പോയിന്റ് ഉണ്ട്. അതായത് മൂന്നാം ഭരണം പിടിക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ട്. മട്ടന്നൂർ CPM-നെ സംബന്ധിച്ചിടത്തോളം ജയിക്കുന്ന മണ്ഡലമാണ്, അവിടെ ജയിക്കുന്ന സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാവുന്ന കരുതുന്ന ചില സ്ഥലങ്ങളുണ്ടാവും. ഒരു ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാവുന്ന കരുതുന്ന സ്ഥലമുണ്ടാവും. മാത്രമല്ല, ഇപ്പോൾ പേരാവിനെ സംബന്ധിച്ച് നമുക്കറിയാം, 77 രൂപീകരിക്കപ്പെട്ടത് മുതൽ കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമാണ്. ഒറ്റ തവണയാണ് അവിടെ ജയിച്ചത് ശൈലജ ടീച്ചറുമാണ് 2006. പിന്നെയുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 2016 അവിടെ ജയിക്കുന്ന ഭൂരിപക്ഷം അല്ല 2021 ജയിക്കുമ്പോൾ 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് സണ്ണി ജോസഫ് ജയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ മണ്ഡലത്തെ ഒരു മികച്ച സ്ഥാനാർത്ഥി ഇറക്കി പിടിക്കാൻ, അല്ലെങ്കിൽ ആ മണ്ഡലത്തെ പിടിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു എന്നുള്ളൊരു ഡിഫൻസ് വേണമെങ്കിൽ ഈ പറഞ്ഞ CPM-ന് ഉയർത്താവുന്നതാണ് ഈ നീതികേടിനെതിരെ. അല്ല, ഇത് പറയുമ്പോൾ തന്നെ ഈ ഇപ്പോൾ ശൈലജ ടീച്ചർ അത്രയും മാസമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ആളുകളെ കൊണ്ട്, അല്ലെങ്കിൽ CPM അണികളെ, അല്ലെങ്കിൽ ആ അനുഭാവികളെ ആളുകളെല്ലാം ചേർത്ത് നിർത്തി വോട്ട് സമാഹരിക്കാൻ കഴിയുവാൻ കപ്പാസിറ്റിയുള്ള ഒരു നേതാവാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ വടകര കണ്ടതാണ്. വടകരയിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. വടകരയിൽ ഷാഫി പറമ്പിലും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ അവർ ഷാഫി വിജയിക്കുകയും അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകും. സ്വാഭാവികമാണ്. അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടല്ല ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. അപ്പോഴും BJPക്കെതിരായിട്ടുള്ള വോട്ടുമാണ്. അപ്പോൾ അതങ്ങനെ സംഭവിക്കുകയാണ്. പക്ഷേ അപ്പോഴാണ്
ഗൗതം പറയുന്നതിൽ യുക്തി പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ഇത്രയും കാലമായി ഒരു കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു കണ്ണൂരാണെന്ന് പറയുമ്പോൾ തന്നെ മലയോര മേഖലയായിട്ടുള്ള മലയോര കുടിയേറ്റ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു UDF അനുകൂല സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ തവണത്തെ 3500-ൽ താഴെയുള്ള ഭൂരിപക്ഷമാണ് സണ്ണി ജോസഫിനുള്ളത്. അത് വെച്ചിട്ടായിരിക്കും ഇത് പറയുന്നത്. പക്ഷേ ആ സാഹചര്യം ആയിരിക്കും ഇപ്പോൾ എന്നുള്ളൊരു ചോദ്യമില്ലേ? അല്ല, അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ പറയുന്നത് നമുക്ക് അതായത് LDF-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന് സുഹിത്തേട്ടൻ ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട്. അതായത് ശൈലജ ടീച്ചർ ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നുള്ള വലിയ ചർച്ച നടന്ന് അത്തരത്തിലുള്ള ഭയങ്കര ഫേസ് ആയിട്ടുള്ള ഒരു അയൺ ലേഡി എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ഒരു നേതാവാണ്. അന്നത്തെ വാർത്താ സമ്മേളനമൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റിലുള്ള ഒരു ബൈറ്റ് വരുന്നത് അന്ന് ശൈലജ ടീച്ചറുടെ ബൈറ്റാണ്. ഷാർപ്പായിട്ടാണ് പൊളിറ്റിക്സ് ആർട്ടിക്കുലേറ്റ് ചെയ്തത്. അതെ, ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധ്യത, അതായത് ആ മണ്ഡലം പിടിക്കാനൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ചിലപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തുണ്ടാവും. കാരണം രണ്ട് ഘട്ടത്തിൽ ഒരിക്കൽ ജയിച്ചത് ശൈലജ ടീച്ചറാണ് 2006. നമുക്കറിയാം 77 മുതൽ മൃഗീയമായ വിജയങ്ങളാണ് നടന്നത്. 90 വരെയും ജയിച്ചത് കോൺഗ്രസ് ആണ്. 2011 മുതൽ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇടയ്ക്ക് ഒറ്റ തവണ ജയിച്ചത് ശൈലജ ടീച്ചറാണ്. രണ്ടാം തവണ ഏറ്റവും കുറവ് ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുന്നത്, അതായത് സണ്ണി ജോസഫ് ജയിക്കുന്നതിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം വരുന്ന രണ്ട് സമയങ്ങളിൽ ഒന്ന് 3000 വോട്ടിന് 2011-ലും പിന്നീട് 2021-ലും. അപ്പോൾ ഈ രണ്ട് സമയത്തിലും 2011-ൽ ഈ 3000 വോട്ടിൻ്റെ ഡിഫറൻസ് വരുന്ന സമയത്ത് മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറാണ്. ലാസ്റ്റ് ടൈമിൽ വരുമ്പോൾ 3000 വോട്ടിൻ്റെ മാറ്റമുണ്ട്. പക്ഷേ അതിൽ വേറെ ഘടകങ്ങളുണ്ട്. നേരത്തെ ലിജോട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര വലിയ വേവാണ്. സക്കീർ ഹുസൈൻ ആയിരുന്നു. അതെ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ എൻഡിലാണിത് ഈ സ്ഥാനാർത്ഥിത്വം സംഭവിക്കുന്നത്. സക്കീർ ഹുസൈൻ മത്സരിക്കാൻ ഇറങ്ങുന്നത് ആ ഫസ്റ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റിനനുസരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ രണ്ടാം സർക്കാർ വരുന്നു. ആ സാഹചര്യത്തിലാണ് 3000 വോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ടേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 3000 വോട്ടിൻ്റെ ബ്രിമ്മിൽ നിന്ന് ജയിച്ചു പോകുന്നൊരു മണ്ഡലത്തെ ഇങ്ങനെ ഫേസ് ഉള്ള ഒരാളെ ഇറക്കി മത്സരിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള ഡിഫൻസ് അപ്പോഴും വാലിഡായിട്ട് അവർ ഉയർത്തുന്നത്. തീർച്ചയായും. അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ്റെ ബൈറ്റ് വന്നു. അതായത് തോൽപ്പിക്കാൻ വേണ്ടി ഒരു മണ്ഡലത്തിലേക്ക് CPM ഇട്ടുകൊടുത്തു എന്നുള്ളതാണ് VD സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് ആര് നിർത്തിയാലും സണ്ണി ജോസഫ് ജയിക്കും എന്ന് രണ്ടാമത് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും പേരാവൂരിൽ ഇനിയിപ്പോൾ നമ്മളൊരു പെരുമ്പോരുണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു ഫൈറ്റിനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? പരിപൂർണമായിട്ട് ഒരു ഷാഫി ശൈലജ ടീച്ചർ മത്സരം നടന്ന കാലത്തെ പോലത്തെ ഒരു വലിയ ഹെവി വെയിറ്റ് മത്സരം അവിടെ നടക്കും. അത് നമ്മൾ ലിജോ നേരത്തെ പറഞ്ഞ പോലെ അതിന് വേറെ സാഹചര്യമായിരുന്നു. BJP-ക്കെതിരായ വോട്ടായിരുന്നു. മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായിട്ട് ഒരു BJP സർക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിലേക്ക് പോയിട്ട് CPM-ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവിടെ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം എന്ന തരത്തിലുള്ള ഒരു പൊളിറ്റിക്സാണ് അവിടെ സംഭവിച്ചത്. അത് വലിയ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ അവിടെ തോക്കുകയും ചെയ്തു. സംസ്ഥാന രാഷ്ട്രീയമായിട്ട് ചേർത്ത് വെച്ചിട്ട് അത് വായിക്കുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. നിശ്ചയമായിട്ടും പേരാവൂരിൽ നടക്കാൻ പോകുന്നത് ഹെവി വെയിറ്റ് പോരാട്ടം തന്നെയായിരിക്കും. പിന്നെ അത്ര ബാലികറാമല ആണ് അതിൻ്റെ ചരിത്രവും പരിസരവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് UDF മണ്ഡലം തന്നെയാണ്. എന്നാൽ പോലും 2011 അല്ലേ 2006 അവിടെ ജയിച്ചത് ശൈലജ ടീച്ചറാണ്. 2011 അവിടെ തോൽക്കുകയുണ്ടായി. മാത്രമല്ല ആ പരിസരത്തുള്ള കണ്ണൂരിൻ്റെ പരിസരത്തുള്ള ബാക്കി സീറ്റുകളിലേക്കൊക്കെയും ശൈലജ ടീച്ചറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ അവിടെ മാത്രമല്ല ആ ഒരു സ്വാധീനവും പ്രഭാവവും റേഡിയേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ തലശ്ശേരിയിലാണെങ്കിലും മാറുകയാണ് അല്ലേ. കാരായി രാജൻ വരുന്നു, ഷംസീറിന് സീറ്റില്ല. ഒരുപക്ഷെ കാരായി രാജനെ പോലെയൊക്കെയുള്ള ഒരാളെ പിന്നെ പൊളിറ്റിക്കലി വല്ലാതെ ക്രൂശിക്കപ്പെടുകയോ ആരോപണങ്ങളോ പലതും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ മെറിറ്റിലേക്ക് നമ്മൾ കടക്കുന്നില്ലെങ്കിൽ പോലും ജയിപ്പിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം CPIM കാണിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും സ്വാധീനശേഷിയുള്ള സ്ത്രീകളിൽ ഒരാളായിട്ടുള്ള പാർട്ടിക്കതീതമായിട്ട് പ്രഭാവമുള്ള സ്വാധീനശേഷിയുള്ള സ്ത്രീകളുടെ വോട്ട് ആകർഷിക്കാൻ കഴിയുന്ന മറ്റേത് മണ്ഡലങ്ങളിലും ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ത്രീകളുടെ വോട്ട് ആകർഷിക്കാനൊക്കെ ശേഷിയുള്ള ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ തന്നെ ഈ ഒരു സാരി ഏതായാലും ഒറ്റ കാര്യം ഞാൻ പറയാം. അത് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞ കാര്യമാണ്. അതായത് 71 സീറ്റ് ഉണ്ടെങ്കിൽ ഏതായാലും കേരളം ഭരിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഒറ്റ കാര്യം ഞാൻ പറയാം, 71 സീറ്റ് ഞാനിപ്പോഴും കേരളത്തിൽ വലിയ ആൻറ്റി ഇൻകംബൻസി നിലനിൽക്കുന്നു എന്നൊക്കെ യോജിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഓരോ മണ്ഡലം വെച്ച് സീറ്റ് എണ്ണി നമ്മൾ തീർക്കുകയാണെങ്കിൽ 71 സീറ്റിലേക്ക് UDF എത്താനുള്ള സാധ്യത ഈ ഘട്ടത്തിലും എനിക്ക് അത് കണക്കൂട്ടിയെടുക്കാൻ പറ്റില്ല. അരിത്മെറ്റിക്സ് എനിക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ വലിയൊരു വേവ് ഉണ്ടായാൽ, ഒരു അണ്ടർ കറൻറ്റ് ഉണ്ടായാൽ UDF വരാം. അതല്ല എങ്കിൽ മണ്ഡലങ്ങളിൽ LDF മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് CPM MLA-മാരോട് ആൻറ്റി ഇൻകംബൻസി ഇല്ല.
CPM എന്നുള്ള പാർട്ടിയോടോ ഗവൺമെൻറ്റിനോടോ ആൻറ്റി ഇൻകംബൻസി ഉണ്ടെങ്കിലും ഇൻഡിവിജ്വലായിട്ട് MLA ജയിച്ചു വരും. അങ്ങനെ ഒരു ഒറ്റ സീറ്റ് അപ്പുറത്ത് പോയി സണ്ണി ജോസഫിനെ തോപ്പിച്ചിട്ട് അത് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ബ്രിമ്മിലേക്ക് കൊണ്ട് ശൈലജ ടീച്ചറെ നിർത്തേണ്ടിയിരുന്നില്ല. തീർച്ചയായിട്ടും അതിനകത്ത് അല്ല, അതിൽ യോജിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ പറയുന്ന ഈ ബ്രിമ്മും മാർജിനൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതായത് ഈ മണ്ഡലത്തിൽ കിട്ടുന്ന വോട്ടുകളുടെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ പറഞ്ഞ 3000 വോട്ട് അത് ശരിക്കും പൊളിറ്റിക്കൽ വോട്ടായിട്ടാണ് നമുക്ക് ആ അനലിറ്റിക്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം അത് എല്ലാ കാലത്തും ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതായത് സ്ഥാനാർത്ഥി ആരാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വോട്ടിനെ മൂവ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. കാരണം 11 ശൈലജ ടീച്ചർ മത്സരിക്കുമ്പോഴും ഒറ്റ വോട്ട് 3000 വോട്ടാണ്. അതിനുശേഷം 2021 ജയിക്കുമ്പോഴും ഈ 3000 വോട്ട് സണ്ണി ജോസഫിനൊപ്പം ഈ 3000 വോട്ടുണ്ട്. ഈ 3000 വോട്ട് ശരിക്കും അത് റൊട്ടേറ്റ് ചെയ്യപ്പെടാതെ അവിടെ തന്നെ ഫിക്സഡ് ആയിട്ടൊരു ഒരു എന്താ പറയുക, നമ്മൾ ഈ അസറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എടുക്കുന്ന വോട്ടാണ്. മാത്രമല്ല നേരത്തെ ലിജോട്ടൻ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ കുത്തകയാണ്. അവരുടെ സ്വാഭാവികമായിട്ട് മലയോര മേഖലയിൽ നിന്നുള്ള നല്ല പിന്തുണയുണ്ട് പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിലും. വാർത്താ റൂമുകൾ സജീവമായി കണ്ണൂരിനെ സംബന്ധിച്ച് സ്വാഭാവികമായി മറ്റു മണ്ഡലങ്ങളെ പോലെ അല്ല. ഇപ്പം ഏതെങ്കിലും ഇപ്പം ശൈലജ ടീച്ചർ നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്ന മട്ടന്നൂരോ അല്ലെങ്കിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളെ പോലെ അല്ല, കൂത്തുപറമ്പ് ബാക്കിയുള്ള മണ്ഡലങ്ങളെ പോലെ അല്ല. അവർ വേറൊരു സ്ഥലമാണ്. സ്വാഭാവികമായും കഴിഞ്ഞ 2011 തൊട്ട് ഇങ്ങോട്ട് 2011-ലും 16-ലും 21-ലും 3 തവണ 15 വർഷമായി MLA ആയിരുന്ന ഒരാൾ, ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, KPCC പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആൾ, അങ്ങനെ ഒരാളോട് മത്സരിക്കുന്നു. അങ്ങനെ ഒരു മത്സരം അവിടെ ഉണ്ടാവുന്നു എന്നുള്ളൊരു ഒന്നാമത്തെ കാര്യം. രണ്ടാമത് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണ്. അവിടെ വളരെ കൃത്യമായി ഈ തൊട്ട് മുൻപ് രാഹുൽ ഗാന്ധി ഒരു കർഷക സംഗമം അവിടെ കർഷകരുടെ വഞ്ചനയുമായി ബന്ധപ്പെട്ട് ഈ വയനാടിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഒരു പരിപാടിക്ക് ശേഷമാണ്, പേരാവൂരിൽ പരിപാടിക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കളം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൗണ്ട് യഥാർത്ഥത്തിൽ അവിടെ സണ്ണി ജോസഫിനുണ്ട്. സ്വാഭാവികമായും ഈസി വാക്കോറൊന്നുമല്ല. CPM ഒരു ശൈലജ ടീച്ചറെ വെക്കുമ്പോൾ ഒരു ഗംഭീര ചെക്കങ്ങോട്ട് അല്ല, ഞാൻ പറഞ്ഞ 2 സ്ഥലത്തുനിന്നും, അതായത് കുറെ കൂടെ ശക്തരായ 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരം എന്ന നിലയ്ക്ക് ആ മത്സരം നേരത്തെ വാർ റൂം തുറക്കുന്ന നേരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ KK ശൈലജയെ വെച്ച് ഒരുപക്ഷെ കണ്ണൂരിൽ ഇതുവരെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി 15 വർഷമായി കിട്ടാത്തൊരു മാത്രമല്ല പേരാവൂർ ജയിച്ചിട്ട് നിയമസഭയിലേക്ക് ശൈലജ ടീച്ചർ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ CPM-നകത്ത് അങ്ങനെ തർക്കമൊന്നും നടന്നില്ലെങ്കിലും ജനങ്ങളുടെ ഒരു വലിയ ക്ലെയിം അങ്ങനെ ഉണ്ടാവും. അത് ജയിക്കുവാണെങ്കിൽ ഉണ്ടാവാമെന്ന പ്രതിസന്ധി വലിയൊരു വിഷയമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ തീർച്ചയായും നമുക്ക് സമയം അവസാനിപ്പിക്കാനായി. അപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്നപ്പോൾ മാർച്ച് 3-ാം തീയതിയായി. ഇനിയുള്ള ദിവസങ്ങളിൽ LDF-ൻ്റെയും UDF-ൻ്റെയും ഒക്കെ സ്ഥാനാർത്ഥികൾ വരുന്നു. അതിനിടയിൽ BJP-യുടെ സ്ഥാനാർത്ഥികൾ വരുന്നു. അങ്ങനെ ആരൊക്കെയായിരിക്കും ഏതൊക്കെ മണ്ഡലങ്ങളിൽ മത്സരിക്കുക, എങ്ങനെയൊക്കെ ഫൈറ്റ് വരും, സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ വരും, അങ്ങനെ ചർച്ചകൾ ചൂട് പിടിക്കുകയാണ്. ഓരോ ന്യൂസ് റൂമുകളും അങ്ങനെ ചർച്ചയിൽ ചൂടാവുന്ന ഈ ചൂടേറിയ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വൈകുന്നേര സമയങ്ങളിൽ ന്യൂസ് മലയാളം കാണുന്ന ആളുകൾക്ക് ഈ ചൂട് ചായയോടുകൂടി ഇങ്ങനെ ചൂടൻ വർത്തമാനങ്ങളുമായി നമ്മൾ നാളെ വീണ്ടും വരും. ഇനി